നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നാമൊക്കെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരാണ്. വാസ്തവത്തിൽ ഔലിയാക്കന്മാരോടുള്ള ബന്ധം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാനും സാധ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചുവട് പിടിച്ചല്ലാതെ ഇക്കാലത്ത് സലാമത്തിന്റെ വേറെ ഒരു വാവില്ല. നമ്മളുടെ സ്നേഹം പൂർണ്ണമായിട്ടുണ്ടോ എന്ന് മനസാക്ഷിയോട് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും 17 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ആവർത്തിച്ച് അതിന്റെ പ്രൊനൗൺസിയേഷൻ, അതിന്റെ ഉച്ചാരണം പോലും തെറ്റാതെ പറയാൻ പ്രേരിപ്പിച്ചെങ്കിൽ അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിന്റെ അക്ഷരങ്ങൾ മാറിപ്പോയാൽ നിസ്കാരം പോലും ബാത്തിലാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഹൃദയം ഏതാണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സത്വൃത്തരായ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളുടെ മാർഗത്തിൽ നീ ചേർത്തു തരണമെന്ന് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന നിസ്കാരത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗത്ത് അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്തുക്കളുടെ, അമ്പിയാക്കളുടെ, മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ആ കാറ്റഗറിയിൽപ്പെട്ട മഹത്തുക്കളുടെ പവർ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരണത്തിനും അപ്പുറത്താണ്. മനുഷ്യോൽപത്തിയുടെ നായകർ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെ പിന്മുറക്കാരായിട്ട് അല്ലാഹുവിന്റെ മഹ്ഫൂദീങ്ങളായ ഔലിയാക്കന്മാർ നിയോഗിതരായിട്ടുണ്ട്. എത്ര കഠിനാധ്വാനം ചെയ്താലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലയാണ് റിസാലത്തിന്റെ മേഖല. പ്രവാചകന്മാരാവുക എന്നുള്ളത് അത് അല്ലാഹു ഇസ്തിഫാ ചെയ്യണം. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനം കൊണ്ട്, റിയാദ കൊണ്ട് അല്ലാഹുവിലേക്ക് അതിലയിക്കുന്ന, വളരെ പരിശ്രമകരമായ പ്രയത്നം കൊണ്ട് അനുഭവിക്കുന്ന പ്രത്യേകമായ ഒരു ലോകമാണ് അല്ലാഹുവിന്റെ ഔലിയാഇന്റെ ലോകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകന്മാരടക്കമുള്ളവർ ലോകത്തേക്ക് അവരുടെ റിസാലത്തിന്റെ പ്രഭാവങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലാഹു അവരെ നിയോഗിച്ചവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ചില്ലക്കാരല്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ഔലിയാക്കന്മാരുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔലിയാകളെ അല്ലാഹു സമ്മാനിച്ചത് അവസാനത്തെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലാണ്. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അഭിമാനിക്കാം. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഒന്നാമത്തെ വലിയാരാണ്? ഔലിയാക്കന്മാരുടെ നേതാവാരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തിലെ ഏറ്റവും വലിയ വലിയാണ്. അതിനേക്കാളും അപ്പുറത്തൊരു വലിയ ഇല്ല. അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷമുണ്ട്. നാം ഇപ്പോൾ അനുസ്മരിക്കുന്ന മഹാനായ ഖുത്ബുൽ ആലമിന്റെ പേരും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നാമമാണ്. അതൊരു ബറക്കത്തുള്ള പേരാണ്. അബൂബക്കർ എന്ന് പേരിട്ട ഒരാൾ പരാജയപ്പെടില്ല. എന്തെങ്കിലും ഒരു ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന പണ്ഡിതന്മാരുടെ നിരയെടുത്താൽ അതിൽ ആഗോളതലത്തിൽ എടുത്തു പറയാൻ പറ്റുന്നത് അബൂബക്കർ എന്ന് പറയുന്നൊരു പണ്ഡിതനാണ്. മഹാനായ കാന്തപുരം ഉസ്താദാണ്. കുറച്ചുകൂടി പിന്നോട്ട് സഞ്ചരിച്ചാൽ നേതൃനിരയിലുണ്ടായിരുന്ന, മുൻനിരയായിരുന്ന മഹാനായ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ ഉസ്താദാണ്. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ അബൂബക്കർ കക്കടിപ്പുറം അബൂബക്കർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇങ്ങനെ ഔലിയാക്കന്മാരിൽ ഒരുപടി ആളുകൾ, മഹത്തുക്കളിൽ ഒരുപടി ആളുകൾ ആ നാമകരണം ചെയ്യപ്പെട്ടവരായി കാണാം. ഞാൻ പറഞ്ഞത്, ആ പേരുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ബറക്കത്ത് അല്ലാഹു കൊടുക്കാതിരിക്കുകയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ സ്ഥാനീയൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, സമുദായത്തിൽ ധാരാളം മഹത്തുക്കൾ വന്നിട്ടുണ്ട്. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കാളും മുകളിലുള്ള സ്ഥാനമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. എന്തിനേറെ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മസലുൽ മുഅ്മിനി ഇൻദല്ലാഹി കമസലിൽ മുഖറബിൻ.
ഒരു സാധാരണ മുഅ്മിനായ മനുഷ്യൻ, ഒരു സാധാരണ മുഅ്മിനായ മനുഷ്യൻ കമലക്കിൻ മുഖറബിൻ, ഒരു മുഖറബായ മലക്കിനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? മലക്കിന് അനുസരണക്കേട് കാണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതിനുള്ള ഒരു റൂട്ടും ഒരു സാഹചര്യവും അല്ലാഹു കൊടുത്തിട്ടില്ല. എന്നാൽ മനുഷ്യനോ അനുസരിക്കാനും അനുസരണക്കേട് കാണിക്കാനും കഴിയുന്ന രൂപത്തിൽ അല്ലാഹുവിലേക്ക് അനുസരണ മാത്രം കൊണ്ട് മുന്നോട്ട് പോയവർ, അത് പ്രത്യേക പവറാണ്. രണ്ട് റൂട്ടുണ്ടെന്ന് വഴിതെറ്റാനും നേർവഴിക്കുമുള്ള രണ്ട് റൂട്ടിൽ ആ നേർവഴിയുടെ റൂട്ട് മാത്രം തിരഞ്ഞെടുത്ത് സഹനത്തോടെ മുന്നോട്ട് പോയവർ, എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളെക്കാളും പ്രത്യേകമാകുന്നത് അതുകൊണ്ടാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റു ചെയ്യാൻ അവർക്ക് സാധ്യമേ അല്ല. അങ്ങനെ ഒരു പ്രേരണ അവരുടെ ഉള്ളിലില്ല. പക്ഷേ മനുഷ്യൻ അല്ലാഹു തആല തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കെ തന്നെ സഹനത്തോടെ അല്ലാഹുവിലേക്ക് അടുത്തവർ, അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പവറാണ്, മുഅ്മിനീങ്ങളുടെ പവറാണ്, മലക്കിനേക്കാളും ഉയർന്നവരാണെന്ന് പറയാനുള്ള കാരണങ്ങൾ അതാണ്. ഓ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി തങ്ങൾ അവർ ചില്ലറക്കാരല്ല. അവരുടെ ശ്രേണിയും അവര് കടന്നുപോയ മാർഗവും ചെറുതല്ല. അവർ അനുഭവിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. ഇൽമിന്റെയും മഅരിഫത്തിന്റെയും വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ കടന്നുപോയവരാണ് ബഹുമാനപ്പെട്ടവർ. ഈ ഉമ്മത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നൂറ്റാണ്ടിൽ തന്ന വലിയൊരു ആത്മീയമായ സമ്മാനമാണ് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം. ഞാൻ പറഞ്ഞല്ലോ, ഔലിയാക്കന്മാരിൽ വലിയ വലിയ മഹാന്മാർ ഈ സമുദായത്തിന് അല്ലാഹു തന്നൊരു പ്രത്യേകതയാണ്. ഈ സമുദായത്തിനെ അല്ലാഹു പരിഗണിച്ചതാണ്. സ്വർഗതീരത്ത് 120 വരികളാണ് ഹദീസിൽ കാണാം. സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്ന വരികളിൽ 120 വരികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തി നിർത്തുന്നത്. അതിൽ 90 വരികളും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്റെ മെമ്പർമാരാണ്. അല്ലാഹു ആ വരിയിൽ ഒരണിയാകാൻ ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പരിഗണനയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരൊരാളെയും നിസ്സാരപ്പെടുത്തൂല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പറ്റാത്ത ആളായതുകൊണ്ട്, നമ്മുടെ രാഷ്ട്രീയ പക്ഷത്തല്ലാത്തത് കൊണ്ട്, നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർത്തു നിർത്താൻ പറ്റാത്തത് കൊണ്ട്, നമ്മെപ്പോലെ തൊലിവെളുപ്പില്ലാത്തത് കൊണ്ട്, നമ്മെപ്പോലെ വലിയ പ്രൗഢിയും പ്രതാപവും ഇല്ലാത്തത് കൊണ്ട് സ്വാലിഹീങ്ങളായ പല ആളുകളെയും പലരും ആധുനിക കാലത്ത് അവഗണിച്ചു പോകുന്ന വലിയ അപകടമുണ്ട്. പാടില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരൊറ്റ മനുഷ്യനെയും മാത്രമല്ല, ഒരു മൃഗത്തെ പോലും അവഗണിക്കൂല. സയ്യിദുൽ ആശിഖ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു മൃഗങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുമായിരുന്നു എന്ന് മഹാനവരുടെ ചരിത്രത്തിൽ കാണാം. ഒരു നായ വന്നാൽ, ഒരു മൃഗം വന്നാൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അതാ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന അത്ഭുതം കാണാം. കാരണം ആ കടന്നു വരുന്ന നാൽക്കാലിയിൽ നമ്മൾ കാണാത്ത പലതും മഹാന്മാരായ ഔലിയാക്കന്മാർ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരിക്കലും അവർ അല്ലാഹുവിനെ അവിവേകം ചെയ്തവരല്ല. മൃഗങ്ങൾക്കും തെറ്റു ചെയ്യാൻ സാധ്യമല്ല. അവർക്കതിനുള്ളൊരു പ്രേരണയില്ല. അവർക്കൊരു പരലോകത്ത് പ്രത്യേകമായൊരു വിചാരണയോ സ്വർഗ നരകങ്ങളുടെ നിർണയമോ മൃഗങ്ങൾക്കില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്. മൃഗങ്ങൾ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. ചുരുക്കം, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഒരു മൃഗത്തെ പോലും നോവിക്കുന്നവരല്ല. അവരതിനെയും ബഹുമാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. മറ്റ് രണ്ട് ഔലിയാക്കന്മാരുടെ ഗുണം, അവർക്ക് യാതൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ഭയം ലവലേശം അവരെ തൊട്ടു തീണ്ടുകയില്ല. ശരിക്കും മനസ്സിലാക്കണം. ഔലിയാക്കന്മാരെ കുറിച്ച് കേൾക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ അല്പസമയം ഈ സദസ്സിൽ മനസ്സ് കാണിച്ചവർ വലിയ തൗഫീഖുള്ളവരാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം കൂടാം. ഈ സദസ്സിൽ ഈ നിമിഷം ഖുത്ബുൽ ആലമിന്റെ കുളിർ തന്നെ അടിച്ചു വീശുന്നുണ്ട്. ഈ കസേരകളിൽ ഇരിക്കുന്നവർ സൗഭാഗ്യമുള്ളവരാണെന്ന്
നിങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ആഴങ്ങളിലേക്കോ വിശദാംശങ്ങളിലേക്കോ പോകാനുള്ള സമയമോ സാഹചര്യമോ ഇല്ല. ഈ സദസ്സിൽ ഈ നിമിഷം മഹാനായ ഖുത്ബുൽ ആലമിന്റെ കുളിർത്തന്നൽ അടിച്ചു വീശുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കാരണം അവിടുന്ന് നിർദ്ദേശിച്ച് ഉത്തരവാദിത്തപ്പെടുത്തിയ എല്ലാ സന്തോഷങ്ങളും അനുവാദങ്ങളും കൊടുത്ത ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അവറുകളാണ് ഈ സദസ്സിൽ നേതൃത്വം കൊടുക്കുന്നത്. അത് തന്നെയാണ് സുപ്രധാനമായ കാരണം. ഇന്നത്തെ ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലമിന്റെ മദ്ഹാണ് നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, മദ്ഹുർ റസൂൽ കഴിഞ്ഞു, നാത്തെ ശരീഫ് കഴിഞ്ഞു, പല മജ്ലിസുകളും കഴിഞ്ഞു, ഹാഫിദീങ്ങളും ഹാഫിദത്തുകൾക്കുമുള്ള വളരെ മുത്തബറക്കായ സനദിന്റെ മജ്ലിസും കഴിഞ്ഞു. ഞാൻ പറയുന്നു, ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണിത്. ഇവിടെ ഒരൽപ്പം ഇരിക്കാൻ കിട്ടിയ ഭാഗ്യം അത് അല്ലാഹു സെലക്ട് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയാണ്. എന്താണത്? ഒന്ന്, ആകാശം ഇടിഞ്ഞു വീണാലും അവർ ഭയമുള്ളവരല്ല. പ്രയാസ പ്രതിസന്ധികളുടെ പ്രകമ്പനങ്ങൾ മുമ്പിൽ വന്നാലും അവരുടെ ഹൃദയം വിഷമിക്കൂല. ആ വലിയ വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ് ഇന്നുവരെ കേട്ടിട്ടുണ്ടോ? ആ വലിയ പേടിച്ചിരിക്കുകയാണ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ രണ്ട് വികാരങ്ങളാണ് പലപ്പോഴും ഭൗതികമായ ജീവിതത്തിൽ നമ്മെ തകർച്ചയുടെ വക്കിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിലേക്കോ നമ്മുടെ ഡെയിലി റൊട്ടീനുകൾക്ക് പോലും തടസ്സമാകുന്ന രൂപത്തിൽ നമ്മെ മാറ്റി നിർത്തുന്നത്. ഒന്നെങ്കിൽ മാനസികമായ ഏതെങ്കിലും വിഷയത്തിലുള്ള വിഷമമാണ്. ശരിക്കും മനസ്സിലാക്കണം, മാനസികമായ എന്തെങ്കിലും വിഷമമായിരിക്കും നമുക്ക് വേണ്ടതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. അല്ലെങ്കിലോ ഏതെങ്കിലും വിഷയത്തിലുള്ള പേടിയായിരിക്കും. ഈ രണ്ട് കാര്യവും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കില്ല. അറബിയിൽ ഖൗഫ് ഹുസ്ൻ എന്നാണ് അതിന് പറയുക. അതാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ കലാമിൽ പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, അറിയണേ, അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനാണ്, ജല്ല ജലാലിന്റെ പ്രഖ്യാപനമാണ്. ഇന്ന ഔലിയാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടല്ലോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഒരു കാര്യത്തിലും പേടിയുള്ളവരല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ പേടി എന്നറിയുമോ? ഖൗഫ് എന്നറിയുമോ? നാളെ നടക്കാനുള്ള കാര്യത്തിലാണ് പേടി വരിക. നാളെ എന്ത് നടക്കുമെന്ന കാര്യത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഭയമുള്ളവരല്ല. നാളെ ഭൂമിയിൽ എന്ത് സംഭവിക്കും, എന്റെ സാമ്പത്തിക രംഗത്തിൽ എന്ത് സംഭവിക്കും, നാളെ എന്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കും, നാളെ എന്റെ തൊഴിലിൽ എന്ത് സംഭവിക്കും, നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും, നാളെ എന്റെ മുതലാളി എന്തായിരിക്കും എന്നോട് പറയുക, നാളത്തെ ദിവസത്തിന്റെ റിസൾട്ട് എന്തായിരിക്കും, നാളത്തെ പ്രഭാതം എങ്ങനെയായിരിക്കും, നാളത്തെ പ്രദോഷം എങ്ങനെയായിരിക്കും, നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും, നാളത്തെ ഒരു നിമിഷത്തെ അടുത്ത നിമിഷത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു ഭയമോ ഒരു പേടിയോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കില്ല. അവരെന്നെ വല്ലതും ചെയ്യുമോ, അവരെന്നെ കൊന്നുകളയുമോ, അവരെന്നെ അകപ്പെടുത്തുമോ, അവരെന്നെ അപകടപ്പെടുത്തുമോ, നാളത്തെ കാര്യത്തെ കുറിച്ച് പേടിയുമുള്ളവരല്ല. കാരണം അവർ അല്ലാഹുവിൽ തവക്കുലുള്ളവരാണ്. വലാഹും യഹ്സനൂൻ. ഖുർആൻ പറയുന്നു, അവർക്കൊരു വിഷമവും ഉള്ളവരല്ല, അവർക്കൊരു ഹുസ്നുമുള്ളവരല്ല, അവർക്കൊരു സങ്കടവും ഉള്ളവരല്ല. എന്താണ് കാരണമെന്നറിയുമോ? ഹുസ്ൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള വികാരമാണ് വിഷമം. പേടി എന്ന് പറഞ്ഞാൽ വരാനുള്ള കാര്യത്തെക്കുറിച്ചുള്ള വികാരമാണ്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ, വിഷമം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ളതാണ്. എനിക്കങ്ങനെ സംഭവിച്ചല്ലോ, എന്റെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചല്ലോ, എന്റെ സമ്പത്തിൽ അത് വന്നുപോയല്ലോ, എനിക്ക് അപകടം വന്നുപോയല്ലോ. ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കടം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കില്ല. മഹാനായ ഖുത്ബുൽ ആലമിനില്ല. അതുകൊണ്ടാണ് ഒരു രാജാവിനെയും പേടിച്ചിട്ടില്ല, ഒരു മന്ത്രിയെയും പേടിച്ചിട്ടില്ല. സർവ്വരാജാക്കന്മാരും ഖുത്ബുൽ ആലമിന്റെ സന്നിധാനത്തിൽ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ആരാണ് അവിടുത്തെ ഭയപ്പെടുത്താതെ ഭയമില്ലാത്തവര്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അല്ലാഹുവിനെ ഭയന്നപ്പോ എല്ലാ സിട്ടികളും അവരെ ഭയക്കുകയാണ്.
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ രണ്ട് പ്രത്യേകമായ ക്വാളിറ്റി അതാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞത്. പടച്ചവനെ ഖുതുബുല്ലാമിന്റെ മദ്ഹ് പറയുന്ന അവിടുത്തെ മദദ് പ്രതീക്ഷിക്കുന്ന ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈറ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുള്ള ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളുമാക്കണേ അല്ലാഹ്. ഖുതുബുല്ലാമിന്റെ ഒരു തിരുനോട്ടം കിട്ടിയ മക്കളിൽ പെടുത്തണേ അല്ലാഹ്. പടച്ചവരെ ഹൃദയത്തിന്റെ തുടിപ്പായ ഉസ്താദ് ഉയർത്തിക്കെട്ടിയ ഈ സ്ഥാപനത്തിൽ വന്നൊരക്ഷരം പഠിക്കുന്ന മക്കളെ ഒരാളിനെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. സമുദായത്തിന്റെ ഉന്നതരായ മക്കളാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ മുറുകെ പിടിച്ചവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വാപ്പയാരാണ് പ്രശ്നമില്ല, ജോലി എന്താണ് നോക്കേണ്ടതില്ല, അവരുടെ വീട് ഏതാണ് നോക്കേണ്ടതില്ല. അല്ലാഹു വിലായത്ത് കൊടുത്താൽ അവരെത്തേണ്ട സ്ഥാനത്തെത്തിയവരാണ്. അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുർ റബ്ബാനി വൽ ഗൗസുസ് സമദാനി മഹ്ബൂബുസ് സുബ്ഹാനി ഖിംദീൽ നൂറാനി അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് അബൂ സാലിഹ് വിറക് വെട്ടുകാരനായിരുന്നു. ആരാണ് ബഹുമാനപ്പെട്ട തങ്ങൾ? ആരായി? വാപ്പയ്ക്ക് വിറക് വെട്ടാണ് ജോലി. പക്ഷേ ഒരു കുറവും തങ്ങൾക്ക് വന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാനമായ ജോലിയായിരുന്നു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹു. അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ളയുടെ പിതാവിനും സമാനമായ ജോലിയായിരുന്നു. അബൂ ഹനീഫ ഇമാമിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അത്രയും ദർജയുള്ളവർ ഇമാമാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാത്രമല്ല എത്രയെത്ര പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാനായ എന്തിനേറെ പറയണം ഹബീബായ പ്രവാചകന്റെ പ്രവാചകന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? വിഗ്രഹ കച്ചവടമായിരുന്നു. വിഗ്രഹ കച്ചവടമായിരുന്നു. അബൂബക്കർ തങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ? അങ്ങനെ ഔലിയാക്കന്മാർ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഔലിയാക്കന്മാർ നമ്മളെ തേടി എത്തുമെന്നാണ് വിശ്വസിക്കേണ്ടത്.